ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമ്മൾ നോമ്പിൻ്റെ ധ്യാനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ചിന്തിക്കാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ സ്നാനത്തെപ്പറ്റി. ഇതിന് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വാക്യം മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 38-ാം വാക്യമാണ്. യേശു അവരോട്, നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയും എന്ന് അവർ പറഞ്ഞു. സെബെദി മക്കൾ ചെന്ന് യേശുവിനോട് ഒരാളെ തൻ്റെ ഇടത്തും മറ്റൊരാളെ തൻ്റെ വലത്തും ഇരുത്തണം എന്നുള്ള അനുമതി ചോദിക്കുന്നു. അപ്പോൾ പറയുന്ന മറുപടിയാണ് യേശു കർത്താവ്. യേശുക്രിസ്തു ക്രൂശിൽ ഏറ്റ സ്നാനം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. യേശു കർത്താവ് ഇവിടെ പറയുന്ന സ്നാനം ക്രൂശിലെ സ്നാനത്തെക്കുറിച്ചാണ്, അഥവാ യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചാണ്. ഈ ജലസ്നാനം, ക്രൂശിലെ സ്നാനം നമ്മൾ കാണുന്നു. യേശുക്രിസ്തു യോർദാൻ നദിയിൽ ജലസ്നാനം ചെയ്യുന്നു. എന്നാൽ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമാകുന്ന സ്നാനം ഇതിലൂടെ, അഥവാ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെയാണ് മാനവരാശിക്ക് രക്ഷ വന്നത്. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 45-ാം വാക്യം ഇങ്ങനെ പറയുന്നു: മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനുമായി വന്നിരിക്കുന്നു. മറ്റുള്ളവരുടെ വിമോചനത്തിനായി മറ്റുള്ളവരുടെ വേണ്ടി ജീവനെ നൽകുക, അപ്രകാരമുള്ള സ്നാനത്തെക്കുറിച്ചാണ് യേശു കർത്താവ് പറയുന്നത്. ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിക്കുന്നു. സ്നാനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മാനവരാശിയുടെ രക്ഷയുടെ അടിസ്ഥാനം കാൽവരി ക്രൂശിലെ യേശു കർത്താവിൻ്റെ മരണം, അഥവാ ക്രൂശ് മരണമാണ്. മാനവരാശിയുടെ രക്ഷയുടെ അടിസ്ഥാനം ജലസ്നാനമല്ല. ജലസ്നാനം രക്ഷയ്ക്ക് മുഖാന്തരം ആയിത്തീരുന്നുവെങ്കിൽ യേശുക്രിസ്തുവിലെ ക്രൂശിലെ യാഗം, ത്യാഗം, ജീവൻ വെടിയൽ ആവശ്യമില്ലായിരുന്നു. ജലസ്നാനം യേശുവിൽ കൂടെ ശരീരമാകുന്ന സഭയോട് ചേരുന്ന സ്നാനമാണ്. എന്നാൽ രക്ഷയുടെ അടിസ്ഥാനം കാൽവറിയിലൂടെ, പീഡനത്തിലൂടെ, സഹനത്തിലൂടെ, നിന്ദ്യമായ അനുഭവത്തിലൂടെ നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന ക്രൂശിലെ സ്നാനമാണ്. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് എന്തുകൊണ്ട്? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി എന്ന് ഒറ്റ ശ്വാസത്തിൽ പറയും. അതിൽ കവിഞ്ഞ് നമ്മൾ ചിന്തിക്കാറില്ല. ദൈവത്തിന് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നതിന് വേണ്ടി എന്തിനാണ് ഇത്രയൊക്കെ കഠിനമായ ശിക്ഷ ഏൽക്കേണ്ടി വന്നത്? അവിടെയാണ് ചോദ്യത്തിൻ്റെ യഥാർത്ഥ ഉത്തരത്തിലേക്ക് നാം കടക്കുന്നത്. യേശു എന്തിനു വേണ്ടിയാണ് നമുക്ക് വേണ്ടി മരിച്ചത്? ദൈവത്തിൻ്റെ സ്വഭാവ ഗുണത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ദൈവം നീതിമാൻ അല്ലായിരുന്നു എങ്കിൽ യേശുവിൻ്റെ കഷ്ടതയേറിയ ജീവിതവും ക്രൂശ് മരണവും ഒഴിവാക്കാമായിരുന്നു. ദൈവം സ്നേഹവാൻ അല്ലായിരുന്നു എങ്കിൽ യേശുവിൻ്റെ കൈപ്പേറിയ ജീവിതവും കാൽവരി യാഗവും ഒഴിവാക്കാമായിരുന്നു. ദൈവത്തിൻ്റെ നീതിയുടെ പ്രതിഫലനമാണ് നമ്മൾ കാൽവരി ക്രൂശിൽ കണ്ടത്. ദൈവത്തിന് പാപത്തെ ശിക്ഷിക്കാതെ വിടാൻ കഴിയില്ലെന്നും ദൈവത്തിൻ്റെ ശിക്ഷയുടെ കാഠിന്യം എത്ര വലുതാണ് എന്നും നമ്മെ ഇതിലൂടെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം ദൈവം അനുവദിച്ചത്. ദൈവത്തിന് അവിടെ മറ്റാരെയും തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യം ഇല്ലായിരുന്നു. സ്വന്തം നീതിയെ പ്രദർശിപ്പിക്കേണ്ട ആവശ്യകത മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ക്രൂശിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ദൈവം സകല മനുഷ്യരുടെയും പാപത്തിൻ്റെ ഭാരം മുഴുവൻ യേശുവിൻ്റെ മേൽ ചുമത്തി അതിനുള്ള ശിക്ഷ നൽകുകയായിരുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും, അത്ര ക്രൂരനാണോ നമ്മുടെ ദൈവം എന്ന്? ഒരിക്കലും അങ്ങനെയല്ല. എത്ര അധികമാണ് പാപത്തെ വെറുക്കുന്നത് എന്ന് ദൈവം നമുക്ക് കാണിച്ചു തരികയായിരുന്നു. നമ്മൾ ചെയ്ത തെറ്റിനെല്ലാം യേശു ശിക്ഷ വാങ്ങിയത് കൊണ്ടാണ് സകലർക്കും ദൈവത്തോട് നിരപ്പുണ്ടായത്. ആദമിക പാപം ഉൾപ്പെടെയുള്ള ഒരു പാപവും ക്ഷമിക്കപ്പെടുകയില്ലായിരുന്നു. നമ്മൾ തുടരുന്ന പാപങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് ആ ശിക്ഷ ഏറ്റുവാങ്ങിയത്. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ,
ഈ നല്ല ദിവസത്തിനായി സ്തോത്രം അപ്പച്ച. കർത്താവിൻ്റെ ക്രൂശിലെ സ്നാനത്തെക്കുറിച്ച് ധ്യാനിക്കുവാൻ അടിയാങ്ങൾക്ക് ഇടയാക്കി കൃപയ്ക്കായി സ്തോത്രം. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ.